Hello dear children, we started our new chapter, Our Country, India. Next is the climate of our country. Climate varies from place to place. Three types of climates are there: summer, winter and rainy. And in some places there is hot climate and in some places there is cold climate. And in some places climate remains the same throughout the year. And in some places snowfall. Some parts get snowfall. Variation in land and climate influence our day-to-day life. Variation in land and climate influence our day-to-day life. India has main three seasons, that is summer, winter and rainy. In summer season, the summer season starts from March and continues till June. But in the North India it starts from April. In the South India it starts from March, and the North India it starts from April and continues till June. In summer season it is too hot. It is very hot and dry, except in the case of the mountains. And the sun is very hot and days are longer than nights. On that time the day is longer than night. And the hot dry wind blow in the northern plain, that is called the Lu. നമ്മൾ ക്ലൈമറ്റ് ആണ് ഇനി ഇപ്പോൾ പഠിക്കാനുള്ളത്. നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് ക്ലൈമറ്റ്സ് ആണുള്ളത്: സമ്മർ, വിൻ്റർ ആൻഡ് റെയിനി സീസൺ. അതിൽ ചില സ്ഥലങ്ങളിൽ ഹോട്ടായിരിക്കും, ചില സ്ഥലങ്ങൾ കോൾഡ് റീജിയൻ ആയിരിക്കും. എന്നാൽ രണ്ട് ഹോട്ടും ഡ്രൈയും മിക്സ് ചെയ്ത ക്ലൈമറ്റുള്ള സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം സ്നോഫോൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം തണുപ്പ് കൂടിയ സ്ഥലങ്ങളുണ്ട്, അതുപോലെ ചൂട് കൂടിയ സ്ഥലങ്ങളുണ്ട്. ഇപ്പം വയനാട്ടിലൊക്കെ ആണെങ്കിൽ അധികം അവരെ ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല. അവർ ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അവിടെ ചൂട് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാത്തത്. പൊതുവേ അവിടെ കോൾഡ് ക്ലൈമറ്റാണ്. അതുപോലെ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കോൾഡ് ക്ലൈമറ്റാണ് കൂടുതലും. അവർ ഉയർന്നു നിൽക്കുന്ന മൗണ്ടെയിൻ കുന്നുകൾ കൂടുതലുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് അങ്ങനെ. സമ്മർ സീസൺ നമുക്കറിയാം ഹോട്ട് ആൻഡ് ഡ്രൈ ആണ്. വരണ്ട കാലാവസ്ഥയാണ് സമ്മർ സീസണിൽ ഉണ്ടായിരിക്കുക. ആ സമയത്ത് വീശുന്ന ഒരു കാറ്റാണ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലു. ഹോട്ട് ഡ്രൈ വിൻഡ് ബ്ലോ ഇൻ ദി നോർത്തേൺ പ്ലെയിൻസ്, ദാറ്റ് ഈസ് കോൾഡ് ദി ലു. Hot and dry wind blow in the northern plains are called the Lu. Dust storms are also common in the region. ആ സമയത്ത് പൊടിക്കാറ്റ്, ഡസ്റ്റ് സ്റ്റോംസ് ആണ് പൊടിക്കാറ്റ് ഉണ്ടായിരിക്കും. But in the coastal plains are not so hot in the summer because of the cold sea breeze. കടൽ തീരമുള്ള സ്ഥലങ്ങളിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഹോട്ട് സീസൺ എഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദി സീ ബ്രീസ്, കടൽ കാറ്റുള്ളത് കൊണ്ട് കടൽ തീരമുള്ള സ്ഥലങ്ങളിൽ ഹോട്ട് ക്ലൈമറ്റ് വല്ലാണ്ട് ഇഫക്റ്റ് ചെയ്യാറില്ല. ഹവർ ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ്, ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി എയർ ഈസ് ഹൈ. അവിടെ എന്താണ്, കടലിൽ നിന്നുള്ള കാറ്റ് അടിക്കുന്ന സമയത്ത് അതിൽ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട്, ഇറ്റ് ഈസ് വെരി ഹ്യൂമിഡ് ആൻഡ് ദി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി എയർ ഈസ് ഹൈ. വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുതലാണ്. Humid weather is uncomfortable as sweat does not evaporate. Next is the rainy season. Rainy season starts from June and it continues till September. Winds full of moisture from the Arabian Sea and the Bay of Bengal start blowing to the land. It is called the monsoon wind. Rainy seasonലാണ് നമ്മൾ മൺസൂൺ വിൻഡ്, മൺസൂൺ ആണ് നമ്മൾ റെയിൻ കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് ദി wind from the Arabian Sea. Wind full of moisture from the Arabian Sea and the Bay of Bengal start blowing to the land. That is called the monsoon wind. Rainy season starts in June and it continues till September. And in the North India it starts towards the end of the June and it continues till the September. Some parts of India such as western coast and the northeastern states get heavy rain. വെസ്റ്റേൺ കോസ്റ്റ്, പടിഞ്ഞാറ് തീരം, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ഹെവി റെയിനാണ് കിട്ടാറുള്ളത്.
അതിൽ മൗസിൻറാം ഇൻ ദി ഖാസി ഹിൽസ് ഇൻ മേഘാലയ, അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലമാണ്, ഇന്ത്യയിൽ ഹെവി റെയിൻഫോൾ ഉള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് മൗസിൻറാം ഇൻ ഖാസി ഹിൽസ് ഇൻ മേഘാലയ. വളരെ കുറച്ച് കിട്ടുന്നതാണ് താർ ഡെസേർട്ട് ഇൻ ദി രാജസ്ഥാൻ ആൻഡ് റേൻ ഓഫ് കച്ച്. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് വളരെ കുറച്ച് മഴ കിട്ടുന്നത്. ഇന്ത്യയിൽ വളരെ കുറച്ച് മഴ കിട്ടുന്നത് താർ ഡെസേർട്ട് ഇൻ രാജസ്ഥാൻ ആൻഡ് റേൻ ഓഫ് കച്ച്. പാർട്സ് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻസ് ആൻഡ് ദി സൗത്തേൺ പ്ലാറ്റ്യൂ ഗെറ്റ് വെരി ഹെവി റെയിൻഫോൾ. നമ്മളെ മൗസിൻറാമാണ് നമ്മളെ ഹെവി റെയിൻ കിട്ടുന്നത് പറഞ്ഞാൽ, അതുപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻസിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ സൗത്തേൺ പ്ലാറ്റ്യൂവിൻ്റെ ചില ഭാഗങ്ങളിലും നന്നായി മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ക്ലൈമറ്റാണ്. അതിൽ സമ്മറും വിൻ്ററും ഡിസ്കസ് ചെയ്തു. ലിസൺ ഹിയർ. സമ്മർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം മാർച്ച് ഓർ ഏപ്രിൽ ഇൻ ജൂൺ. ഇത് സൗത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ജൂൺ വരെ അത് കണ്ടിന്യൂ ചെയ്യും. ഹോട്ട് ഡ്രൈ വിൻഡ് ബ്ലോ ഇൻ ദി നോർത്തേൺ പ്ലെയിൻ. ഈ സമ്മർ സീസണിലുള്ള ഹോട്ട് ഡ്രൈ വിൻഡിന് പറയുന്ന പേരാണ് ലൂ. ആൻഡ് ഡസ്റ്റ് സ്റ്റോം ഉണ്ടാവാറുണ്ട് അവിടെ. റെയിനി സീസൺ സ്റ്റാർട്ട്സ് ഫ്രം ദി ജൂൺ ആൻഡ് കണ്ടിന്യൂസ് ടിൽ സെപ്റ്റംബർ. ഹെവി റെയിൻഫോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് മൗസിൻറാം. പിന്നെ നമ്മൾ പറഞ്ഞു നോർത്തേൺ പാർട്സ് ഓഫ് ദി നോർത്തേൺ പ്ലെയിൻ ആൻഡ് ദി സൗത്തേൺ പ്ലാറ്റ്യൂ ഗെറ്റ് ഹെവി റെയിൻഫോൾ. വളരെ കുറച്ച് മഴ കിട്ടുന്ന സ്ഥലമാണ് താർ ഡെസേർട്ട്, റാൻ ഓഫ് കച്ച്. വളരെ കുറച്ച് മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. സോ ദാറ്റ്സ് ഓൾ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്.